പോകാ ഇത്ര നേരം മൂടി കെട്ടിയുന്നത് പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അല്ല നേരത്തെ അവിടെ നിന്ന് പെയ്തായിരുന്നു. ചാറ്റലുണ്ടായിരുന്നോ? ആ, നമ്മുടെ ഒണ്ടാരിയോയിലൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അവിടെ എല്ലാം പെയ്ത് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇരുണ്ട് കൂടി ഞാൻ കിടന്നു. 2 ആഴ്ചക്കുള്ളിൽ സ്പ്രിംഗ് ആവുന്നതാണ്. എന്താ പറയുന്നു? ഇനിയിപ്പോ പ്ലസ് ആയി എല്ലായിടത്തും വെള്ളമൊക്കെ ഒന്ന് കിട്ടി. പക്ഷികളൊക്കെ തിരിച്ചു വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതെ, മൈഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. അല്ല സാറേ, ഈ ഇതിന്റെ ഒച്ച കേട്ടിട്ട് ഒരു അമ്മാമ്മ ബേബി കീർപ്പിച്ചിട്ട് ഇടലിക്ക് മറ്റേ ഇത് വിടുന്ന പോലെ അതാ പണ്ട് മറ്റേ PPUതി വണ്ടി ഓടിക്കാൻ പോലെ ഇത് മറ്റേ ഇങ്ങനെ ഇരുന്ന പോലെ സംഭവം വേറെ ഒന്നല്ല. നമ്മളെ വണ്ടിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ അറിയാലോ, ആ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ആടിക്കൊണ്ട് വണ്ടി ഇട്ടത്. അപ്പം നമ്മൾ ആ ഓയിൽ പാനൊക്കെ മാറി നല്ല പുതിയതായിട്ട് വെച്ചിട്ടുണ്ട്. ഏതാണ്ടൊക്കെ വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ രാവിലെ മുതൽ വണ്ടി എടുത്തിട്ട് വേണ്ട ഇതിൻ്റെ നമ്മുടെ എൻജിൻ്റെ പവർ അങ്ങ് വണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ. ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും എന്തോ ഒരു ഒച്ച എന്ന് പറഞ്ഞാൽ ഒരു ടകടക ഒച്ചയല്ല, പക്ഷെ ഒരു ബലൂൺ വീർപ്പിച്ചിട്ട് ബലൂണിൽ കൂടെ ഇങ്ങനെ വലിച്ചു ചേർത്തിട്ട് സൗണ്ട് വെക്കില്ല. കറക്റ്റ്. ചവിടുമ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്ന പണ്ട് നമ്മുടെ പെരുന്നാളിന് മേടിക്കുന്ന അമ്മാ ബേബി മേടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഊതി വീർപ്പിച്ചിട്ട് വിടുമ്പോഴത്തേക്കും കറക്റ്റ്. മസ്താങ്ങൊക്കെ ആൾക്കാർ പുറത്തിറക്കി തുടങ്ങിയല്ലോ. അതെ അതെ, ഞാൻ ഇന്നലെ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ അൻപിന്റെ മസ്താങ് വീട്ടിൽ കിടപ്പുണ്ട്. അത് ഒന്ന് ചൂടാക്കി, ബാറ്ററിയൊക്കെ ഡെഡ് ആയിരുന്നു. അപ്പം ഒന്ന് ചൂടാക്കി. അൻപിന്റെ മസ്താങ് ഏതാ? മറ്റേ ഇതാണോ? എന്റെ കൂടിയൊരു സാധനം ഉണ്ടല്ലോ. ഷെൽബിയോ? അല്ല, ഷെൽബി അല്ലല്ലോ. ഷെൽബി കൂടുതൽ. GT ആണോ? GT അല്ല, അവന്റെ മറ്റേ GTയുടെ മുകളിലുള്ളതാണോ? അവന്റെ എംബ്ലം പുറയിലുള്ള അവന് മറ്റേ ആ ഒരു കുതിരയുടെ എംബ്ലം പുറയിലുള്ള. കുതിരയുടെ എംബ്ലം. ഓക്കെ ഓക്കെ. അതിനകത്തുനിന്ന് ഒരുപാട് സമയം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അല്ല, അത് സംഭവം രസമാണ്. പക്ഷെ മസ്താങ്ങിന്റെ ഒറ്റ ഇതിന് മറ്റേ 4 വീൽ ഡ്രൈവ് ഓൾ വീൽ ഡ്രൈവും ഇല്ലല്ലോ. അതില്ല, അത് മറ്റേ റയർ വീൽ ഡ്രൈവ് അല്ലേ? അതാണ് മറ്റേ ഐസിൽ ഇറങ്ങിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം അപ്പൊ ഇവനെ പറഞ്ഞത് ബാറ്ററി ഒന്ന് റീചാർജ് ചെയ്തിട്ട്, അപ്പൊ ഞാൻ ആ വിന്ററില് മഞ്ഞ് പെയ്ത് കഴിഞ്ഞു. അപ്പൊ ചെറിയ ഇതങ്ങാണ്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ നോക്കുമ്പം അത്ര വിഷയമില്ലല്ലോ. ഞാൻ ഡ്രൈവ് ചെയ്യുന്നിടത്ത് ഇങ്ങ് മാറ്റി കഴിഞ്ഞപ്പോ തന്നെ ഇത് വട്ടം കറങ്ങി ഫ്രണ്ട് ബാക്കിലായി. എന്നിട്ട് പിന്നെ ഇത് കേറിയല്ല. എന്നിട്ട് പിന്നെ ഞാൻ പിന്നെ പയ്യെ റോഡിലോട്ട് ഇറക്കി. അല്ല, വിന്റർ ടയർ ഇല്ലായിരുന്നു. വിന്റർ ടയറും ഇല്ലായിരുന്നു. തീരെ ട്രാക്ഷൻ കിട്ടിയില്ല. ഒട്ടുമില്ല. എന്നിട്ട് ഞാൻ പിന്നെ റോഡിലോട്ട് പയ്യെ പോയി പുറകോട്ട് പൊക്കോളും, റിവേഴ്സ് പൊക്കോളും. ഇറക്കായോണ്ട് ഇറക്കവും പിന്നെ ആ റിവേഴ്സിന് ഇച്ചപ്പെടുത്താൻ മതി. റിവേഴ്സ് ബാക്കാണല്ലോ ഇതിന്റെ ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോ കുറച്ചങ്ങോട്ട് പോയിട്ട് എന്തോ ഒരു ആഞ്ഞൊരൊറ്റ പിടുത്തത്തില്ല. എന്നാലും അത് തെറ്റിയാ ഡ്രൈവർ വന്ന് കയറിയിരുന്നു. വിന്റർ ടയർ ഇല്ലാതെ തെന്നുക എന്ന് പറയുന്നത് തെന്നാത്തവർക്ക് ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അല്ല, അത് വിന്റർ ടയർ ഉണ്ടേ പോലെ ആ വണ്ടിക്ക് ഈ ഗ്രൗണ്ട് ഇങ്ങനെ ഞാൻ ഒരു വശം അവന് യാടി കൊടുത്തു. നമ്മുടെ യാടില്ല, നേരത്തെ അവൻ അവിടെ സ്കാർബോളോ ആയിരുന്നപ്പോ യാടി കൊണ്ടുവന്നിട്ട് അന്ന് അവിടെ സ്നോ വീണ സമയത്ത് ഇവൻ പാണി വിട്ടു. അന്ന് അവിടെ നമ്മളാ മറ്റേ ഹീലിലോട്ട് തിരിഞ്ഞിട്ട് മറ്റേ ഇതിലേക്ക് കോളറൈൻ അല്ല മറ്റേ ഇതിലേക്ക് തിരിയല്ലേ, മെയിൻ ഇതിലേക്ക് ഹൈവേ 50 അന്ന് അവിടെ ഒരു സ്നോ പുള്ളി ചെയ്യുന്ന ഒരു പുള്ളി വന്നിട്ട് പറഞ്ഞു, ആരേലും ഈ സമയത്ത് ഈ വണ്ടി എടുക്കുമെന്ന് ചോദിച്ചു. ചേട്ടാ ഇങ്ങനെ ആ ഒരു സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് അതവിടെ കിടന്ന് കറങ്ങി. ആ സിഗ്നലിൽ നിന്ന് റൈറ്റ് പോകുന്നില്ല. ഇവൻ റൈറ്റ് തിരിച്ചാലും പോകുന്നത് വേറെ വശമാണ്, കാരണം സ്നോയും ഉണ്ട്. അത് കഴിഞ്ഞപ്പോ തന്നെ അല്ല, ഇതെന്നാന്ന് വെച്ചാൽ ഇതിന്റെ ബുദ്ധിമുട്ട് ആൾക്കാർക്ക് മനസ്സിലാവില്ല. മസ്താങ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ഓർക്കും ഇവൻ ഷോ കാണിക്കണമെന്ന്. അതെ അതെ അതെ, മനസ്സിലായോ? അത് അറിയാവുന്നവർക്കറിയാം. അതാ മറ്റേ സ്നോ പുള്ളി ചെയ്യുന്ന പുള്ളി പറഞ്ഞത് ഈ സമയത്ത് ആരെങ്കിലും ഈ വണ്ടി എടുക്കുമെന്ന് ചോദിച്ചു. ആൾക്കാര് പബ്ലിക് ന്യൂസൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവൻ കിടന്ന് കഷ്ടപ്പെടുവാന്നുള്ളത്. അത് അന്ന് ഞങ്ങള് മറ്റേ
യാർഡില് ഓഫീസിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നല്ല സ്ട്രൈറ്റ് പോലെ കിടക്കുകയല്ലേ സ്നോയ, അല്ല ഇങ്ങനെ ഐസായിട്ട്. ഇവന് അവിടെ നിന്ന് ഒറ്റ കറക്കി അങ്ങനെ കറക്കുന്ന നല്ല 8 പോലെ. ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം തൊട്ട് നോട്ടീസ് വരുമോ, നിനക്ക് കാറ് വരുന്നവൻ അവിടെ കറക്കരുതെന്നൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ മസ്താങ്കാന്ന് ഫ്രണ്ട് 2 പേർക്ക് ഇരിക്കാം, പുറകെ ഇരിക്കുന്നതാന്ന് പറഞ്ഞാൽ വലിയ സ്പേസ് ഒന്നും ഇല്ല. പിന്നെ അതിന്റെ ആ ഒരു ഇതെന്ന് പറയുമ്പോ സ്പീഡിൽ പോകുന്നതിന്റെ ആ ഒരു ഇത്. അപ്പൊ അത് സ്പീഡിൽ പോകാൻ ഇവന്മാർ അവിടെ ഇതിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ എവിടെയെങ്കിലും പോലീസുകാരുണ്ടെങ്കിൽ പയ്യെ നൈസായിട്ട് വന്ന് ഈ 5-2 പ്രാവശ്യം ടിക്കറ്റ് കിട്ടുക. കാരണം ഇവന്മാര് മറ്റേ സ്കാർബറോയിലായിരുന്നു. അപ്പം അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേനും സിറ്റിയുടെ ഒക്കെ ഭാവമല്ലേ, അപ്പൊ അവർക്കറിയാം ഈ സാധനം കൊണ്ട് പോകുന്നവൻ എങ്ങനെയാലും ഒരു മിനിമത്താലല്ല അത് കൂടുതൽ പോകും. സംഭവം സമ്മറിൽ ഓടിക്കാൻ അടിപൊളിയാണോ, നല്ല രസാ. അല്ല ഞാനല്ലേ ഞങ്ങളുടെ അവിടെ ഒരു കൺട്രി സൈഡിലോട്ട് പോകുന്ന ഒരു റോഡുണ്ട്, ഒരു ഫ്രാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട്. എന്ന് വെച്ചാൽ അവിടെ 80 80-90 സ്പീഡുള്ളത്, അതിങ്ങനെ സ്ട്രൈറ്റ് കിടക്കുക. അപ്പൊ അതിലെ അവിടെ അങ്ങനെ ആ ഒരു ഭാഗത്ത് അങ്ങനെ പോലീസുകാരോ കാര്യങ്ങളൊന്നും ഇല്ല, ചുമ്മാ ഇങ്ങനെ മറ്റേ കൃഷി സ്ഥലം പോലെയുള്ള കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതിലെ കൂടെ പോയിട്ട് ഞങ്ങൾ ചിലപ്പോൾ ഒരൊറ്റ കത്തിരി കത്തിക്കും. സാറ് ഈ സംഭവം പറഞ്ഞായിരുന്നു, മറ്റേ മിൻസോട്ടയിൽ അപകടം ഉണ്ടായിട്ടുണ്ട്. ഒരു മലയാളി മരിച്ചു പോവുകയും മറ്റേ ആൾക്ക് സീരിയസ് ആയിട്ട് ഇതുണ്ടാവുകയും ചെയ്തില്ലേ, ട്രക്ക് ഓടിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞായിരുന്നു അവർക്ക് ആ കമ്പനിക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. ഓ ശരി, നിങ്ങൾ അറിഞ്ഞായിരുന്നോ അത്? ഇല്ലില്ല, അതറിഞ്ഞില്ല. അതായത് ഡ്രൈവർമാരുടെ നിന്ന് 100 രൂപ വെച്ച് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ. പക്ഷെ ഇവരുടെ പേര് ഇൻഷുറൻസിൽ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. മനസ്സിലായി. ഇവര് കുറച്ച് പേർക്ക് മാത്രമേ എടുത്തിട്ടുണ്ടല്ലോ പേരിന്. കാരണം അങ്ങനെ ഉടായ്പ ചെയ്യുന്ന കമ്പനികളുണ്ടല്ലോ. പിന്നെ അതുമല്ല, പിന്നെ എനിക്കൊന്ന് വിസിപ്പ് ഇവർ ഇത് എടുത്തിരിക്കണമെന്നുണ്ടല്ലോ, അല്ലാതെ തന്നെ കമ്പനിക്ക് വേറെ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണമെന്നും. അല്ല, ഇതിന് കമ്പനിക്ക് ഇതുകൊണ്ടാലും ഈ അവര് ലോഡിനും വണ്ടിക്കും ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് ആയിരിക്കും ഇവരുള്ളത്. ഈ ഡ്രൈവേഴ്സിന്റെ ട്രാവൽ ഇൻഷുറൻസ് ഇവര് കമ്പനിക്കകത്ത് സെറ്റ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? പക്ഷെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എമൗണ്ട്. അപ്പൊ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ഒരു കാർഡും നമുക്ക് അതിന്റെ പാക്കേജിൽ ഉൾപ്പെടുന്ന ഇതും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. തന്നെയല്ല നമുക്കറിയാം നമ്മുടെ കമ്പനിയിലെ പല അപകടങ്ങളുണ്ടായ ആൾക്കാർ ആശുപത്രി പോയതിന്റെ അവർക്ക് അതെല്ലാം കവർ ആയിട്ടുണ്ട്. ചികിത്സയും കാര്യങ്ങളും എല്ലാം ഇത് തന്നെയാണ് ചെയ്തേക്കുന്നത്, കമ്പനി തന്നെ ടേക്ക് കെയർ ചെയ്തേക്കുന്നത്. ഏത് ഇന്നാളെ നെബ്രാസ്കയെ വെച്ചൊരു ഇത് ഇൻസിഡന്റ് ഉണ്ടായിട്ട് ആശുപത്രി പോയത് കമ്പനി തന്നെ പേ ചെയ്ത് പിന്നീട് ടേക്ക് കെയർ ചെയ്യുമായിരുന്നു. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് നമ്മുടെ മലയാളീസിന്റെ ഇടയിലെല്ലാം നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് അവർക്ക് വേണ്ട സപ്പോർട്ടും എല്ലാം ചെയ്തപ്പോഴും ഈ കമ്പനിയിൽ അവര് പറഞ്ഞുകൊണ്ടിരുന്നത് ഏത് കമ്പനി എല്ലാം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസ് കിട്ടും, അങ്ങനെയല്ലായിരുന്നു വാർത്ത സ്പ്രെഡ് ചെയ്ത്. ഈവൻ ആ കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരും ഈ പറഞ്ഞ പോലെ എന്നാ പറഞ്ഞ ഒരു പരിധി വിട്ടുള്ള മുതലാളി സ്നേഹം ഉണ്ടല്ലോ. അപ്പൊ അവരും പറഞ്ഞ കമ്പനി എല്ലാം ടേക്ക് കെയർ ചെയ്യുന്നുണ്ടോ ഓക്കെ ആണെന്നുള്ള രീതിയിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ട് പിന്നെ വേറെ ആരും കെയർ ചെയ്തില്ല. പക്ഷെ സംഭവം എന്നാന്ന് വെച്ചാൽ ഇപ്പം കഴിഞ്ഞ ദിവസമാണ് അതിന്റെ ഇത് ഈ അപകടം സംഭവിച്ച മറ്റേ ഒരാള് മരിച്ചുപോയി. മറ്റേ പുള്ളിയുടെ ഒരു കൂട്ടുകാരൻ നമ്മുടെ ഒരു ഗ്രൂപ്പില് ഇന്നപോലെ നമുക്ക് ഇന്നപോലെയൊക്കെ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടെന്നുള്ള മനസ്സിലായോ? ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പറയുന്നില്ല. പക്ഷെ സംഭവം ഇതായിരുന്നു, ഇവർക്ക് ഇൻഷുറൻസ് ഇല്ല. അപ്പം ഈ 2 പേർക്കും ഇപ്പം മരിച്ചു പോയ ആൾക്കും ഈ അപകടം സർവൈവ് ചെയ്ത ആൾക്കും അപകടം സർവൈവ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഞ്ചുറീസും കാര്യങ്ങളും വരുമല്ലോ. അപ്പൊ ഈ ചെലവുകളെല്ലാം ഇവരുടെ കയ്യിൽ നിന്നും പോയി. ഇവർക്ക് 5 പൈസ ഇൻഷുറൻസിന്റെ ഇത് കിട്ടുകയില്ല. ആ കമ്പനി പറ്റിച്ചു. ഈ കമ്പനി ഒരു മലയാളി കമ്പനിയാണ്. ആലോചിച്ച് നോക്കി. നിങ്ങൾക്കറിയാലോ കമ്പനി ഏതാന്ന്? വീഡിയോയിൽ പറയണ്ട. അല്ല ഞാൻ പറഞ്ഞ എനിക്കത് അല്ല ഞാൻ ഓർത്തിരുന്നത് വേറെ ആൾക്കാരുടെ ഞാൻ ഓർത്തിരുന്നത്. അല്ല അന്നിങ്ങനെ പറയുന്നത് കേട്ടിരുന്നു, എല്ലാം കമ്പനി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വേറെ ആവശ്യമില്ല. അപ്പം സ്വാഭാവികമായിട്ട് രീതി നോക്കുമ്പോ എല്ലാം ഉണ്ടെങ്കിൽ. അപ്പൊ സംഭവം ഇതാണ്, നമ്മള് എല്ലാവർക്കും ഒരു ട്രാവൽ ഇൻഷുറൻസ് ഉണ്ടാവേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ഇതൊരു ബുദ്ധിമുട്ട് വരുന്നോടും വരെ നമ്മളത് ചിലപ്പോൾ റിയലൈസ് ചെയ്യല അല്ലേ? അല്ല അതാണല്ലോ ഇൻഷുറൻസ്. നമ്മൾ ആ സ്മൂത്ത് ആയിട്ട് പോകുമ്പോ ഇതൊന്നും ആവശ്യമില്ല. ഇതിപ്പോ മാസം ഒരു $100 എക്സ്പെൻഡിച്ചർ വരുന്നില്ല. ഇത് $100 വരുന്നില്ല. അല്ല ഞാൻ പറഞ്ഞ കൂടിപ്പോയാലേ
അപ്പൊ ആ ഒരു ഇത് ഒരു വലിയ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ. തന്നെയല്ല, കമ്പനികൾ പൈസ കട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം അതിന്റെ ഇൻഷുറൻസിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതിന് ഒരു അർത്ഥമില്ല. നമ്മൾ അതുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ നമ്മുടെ പാക്കേജിന് നമ്മുടെ പേരിൽ ആ ഇൻഷുറൻസിന്റെ കമ്പനിയിൽ നിന്ന് നമുക്കൊരു ലെറ്റർ വരും. അതോടൊപ്പം നമ്മുടെ ഈ ഒരു ട്രാവൽ കാർഡ് ഉണ്ടോ, ഇൻഷുറൻസ് എവിടെ ചെന്നാലും നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനൊരു മറ്റേ സാധാ ഇൻഷുറൻസിനെ പോലെ ഒരു പോളിസി നമ്പർ പോലത്തെ ഒരു നമ്പരും ഉണ്ട്. അതെ, അപ്പൊ അതിനകത്ത് തന്നെ പറയുന്നുണ്ട് അത് നമ്മൾ കൈ ക്യാരി ചെയ്യണം. നമുക്ക് എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ ട്രാവൽ ചെയ്യുമ്പോഴേ. അതല്ല, അതിനകത്ത് തന്നെ അവർ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളല്ലാതെ നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റുന്ന നമ്മൾ തന്നെ കോൾ ചെയ്യണം. അതെ, അങ്ങനെ അവര് വേറെ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് പൈസ തരത്തില്ല, അങ്ങനെയൊക്കെ ആയിട്ടുള്ള സംഭവമുണ്ട്. അപ്പൊ എനിക്കൊന്ന് US ഒരുപാട് പൈസയാവുമല്ലോ അഡ്മിറ്റും ചെയ്തപ്പോ. അതിപ്പോ നമ്മൾ US അല്ലാതെ പോയാൽ പോലും നമ്മൾ ഇൻഷുറൻസ് എടുത്ത് വേണം പോവാൻ. ഏതാ നമ്മളല്ലാതെ ഇപ്പം ടൂറിസ്റ്റ് ആയിട്ട് പോയാൽ പോലും നമ്മള് അതിനകത്ത് $15-20 ആവുള്ളൂ. അതെ, ഇത് സംഭവം എന്നാന്ന് വെച്ചാൽ മറ്റേ ഈ സർവൈവ് ചെയ്ത പയ്യനുണ്ടല്ലോ, അവന്റെ ജീവിതം ഇതിപ്പോ ഭയങ്കര വലിയ കഷ്ടത്തിലാ. കാരണം അപകടം ഉണ്ടാക്കിയതിന്റെ ഒരു ഗിൽറ്റും അവന് മനസ്സിലുണ്ട്. നമ്മളെല്ലാരും കൂടി ഒരു എമൗണ്ട് ഇത് അവന് രണ്ട് രീതിയിലാ. അവനൊന്ന് വെച്ചിട്ട് ഞാൻ മൂലം വേറൊരാൾ മരിക്കുകയും ചെയ്തു, ആ കുടുംബത്തിന്റെ ഒരു ഇത് അങ്ങനെ വിഷമിക്കുന്ന വലിയൊരു ഇതല്ലേ. അതുകൂടാതെ അവന്റെ ഇപ്പൊ അവന് ജോലി ചെയ്യാൻ പറ്റാതെ അവന്റെ കുടുംബം കഷ്ടത്തിലാ. കാരണം ഈ കേസുള്ളതൊക്കെ ഇപ്പൊ അവൻ തന്നെ കളിച്ചോണ്ടിരിക്കുക. കേസുണ്ടല്ലോ, ഒന്നും കമ്പനി ഡീൽ ചെയ്തിട്ടില്ല, അവര് താഴ്ന്നു. അപ്പൊ ഇവന് നേരിട്ട് ഹെൽപ്പ് ചോദിക്കാൻ പറ്റാഞ്ഞിട്ട് ഇവന്റെ ഒരു കൂട്ടുകാരൻ വഴി ഗ്രൂപ്പിൽ ഇന്ന പോലെ ചോദിച്ചു, ഞാൻ ഇന്ന പോലെ കഷ്ടത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, ആർക്കെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഇവന്റെ ഒരു കൂട്ടുകാരൻ ഇന്ന പോലെ ചോദിച്ചു. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രൂപ്പിലെ പിള്ളേരൊക്കെ എന്നാ ചെയ്തു, ഓക്കെ നീ ഇത് ആർക്ക് വേണ്ടിയിട്ടാ ചോദിക്കണത്, നമുക്ക് കാര്യം മനസ്സിലാക്കാതെ ചുമ്മാ അങ്ങനെ പറയാൻ പറ്റുമോ മറ്റേ മറിച്ചാന്ന്. അപ്പത്തേക്കാണ് അവൻ പറഞ്ഞത് ഇന്നപോലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിലെ സർവൈവറാണ് ആള്, അവന് ഇന്നപോലെ ഇല്ല, അവന്റെ കാര്യം കഷ്ടത്തിലാണ്, ഇതുണ്ടായിരുന്നു എന്നോർത്തിരുന്നു, ഇന്നതാണ് കാര്യങ്ങളെന്ന് പറഞ്ഞോണ്ട് നേരാണ് ആൾക്കാർ ഇതെല്ലാം അറിഞ്ഞത്. ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പം വയോമിങ്ങിലൂടെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു അരമണിക്കൂർ മുമ്പ് എണീറ്റു, ഒരു റെസ്റ്റ് ഏരിയ നിർത്തി ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷായി നമ്മുടെ ദേവസ്യാച്ചൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് ദേവസ്യാച്ചനോടൊന്ന് ചോദിക്കാം. സാറേ, ഇന്ന് മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് മൊത്തത്തിൽ നല്ല കാലാവസ്ഥയായിരുന്നു, കുഴപ്പമില്ല. പിന്നെ ഇടയ്ക്കൊരു 1 മണിക്കൂർ ഇച്ചിരി കാറ്റുണ്ടായിരുന്നു. വയോമിങ് ബെറ്ററായോ? ബെറ്ററായി. റാബി മാത്രം അവിടുന്ന് ഒരു 1 മണിക്കൂർ അത്യാവശ്യം നല്ല കാറ്റുണ്ട്. നമ്മുടെ അതിന് അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. വെയിറ്റ് എത്രയുണ്ട്? അല്ല സോറി, ടെമ്പറേച്ചർ എത്രയുണ്ട്? ഇപ്പൊ 16 ഡിഗ്രിയാണ്. 16? അടിപൊളി. അപ്പൊ സമയം ഏകദേശം 2:30 കഴിഞ്ഞു. നമുക്ക് ഒത്തിരി സമയം കളയാതെ പോയി വല്ലതും കഴിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഇപ്പൊ നമ്മളുള്ളത് വയോമിങ്ങിലെ റോക്ക് സ്പ്രിങ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. വേണ്ട, ഈ ഒരു ലൊക്കേഷനൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നമ്മുടെ നമ്മുടെ അർജുൻഭായി ഉണ്ടായിരുന്നപ്പോൾ ഒരാഴ്ചത്തെ ബ്രേക്ക് ഡൗൺ ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല. അത് ഈ ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു. നമ്മൾ പല പല മോട്ടലുകൾ മാറി കയറി ഇറങ്ങിയതും പല പല റെസ്റ്റോറൻറ്റുകളിൽ പോയി ഫുഡ് ട്രൈ ചെയ്തതും എല്ലാം ഈ ഒരു സ്ഥലത്ത് നിന്നാണ്. വണ്ടി എടുക്കണതിന് മുമ്പ് ടയറൊന്ന് ചെക്ക് ചെയ്തേക്കാം. ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ ടയർ ചെക്ക് ചെയ്യുക മാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 5th വീലിൻ്റെ ലിവർ ഉണ്ടല്ലോ, ഈ ലിവർ ഇത് ആരെങ്കിലും വലിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും നോക്കണം. അതുകൂടാതെ വേണ്ടേ, ഇത് കളർ കോഡാണ്. ഇത് നമ്മുടെ എയർലൈൻസ് ആണ്. ഇത് റെഡിലും ബ്ലൂവിലുമാണ് പോകേണ്ടത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ മാറ്റി കുത്തിയാൽ നമ്മുടെ ബ്രേക്ക് ജാം ആവും, നമ്മൾ ചിലപ്പോൾ അറിയില്ല. അതോടൊപ്പം പുറകിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സീലാരും ബ്രേക്ക് ചെയ്തിട്ടില്ലല്ലോ എന്നെല്ലാം ലിറ്ററലി നമ്മൾ നോക്കണം കേട്ടോ. ഇതെല്ലാം നമ്മുടെ ഒരു സേഫ്റ്റി സൈഡ്. പക്ഷെ അതുകൂടാതെ നമ്മുടെ വണ്ടിയുടെ സൈഡും ബാക്കിലും ഒന്നും ആരും മറ്റേ ഈ വാൻഡലൈസ് ചെയ്തിട്ടില്ലല്ലോ, ഒന്നും സ്പ്രേ പെയിൻറ്റിങ് കൊണ്ടോ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ആരും
സ്ക്രാച്ച് വരുത്തിയിട്ടുണ്ടാവുമോ, പെയിൻ്റ് അടിച്ചിട്ടുണ്ടാവുമോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ മൊത്തത്തിൽ നമ്മൾ ഇമിഗ്രൻ്റ് ട്രക്കേഴ്സിൻ്റെ എതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ മൊത്തത്തിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് പല കാരണങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം എപ്പോഴും. പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അതുകൂടാതെ ഈ ഫ്യൂവലിൻ്റെ ക്യാപ്പ് ഉണ്ടല്ലോ, ഫ്യൂവൽ ടാങ്കിൻ്റെ ക്യാപ്പും ഈ പറഞ്ഞ പോലെ ആരും തുറന്നിട്ടിട്ടില്ലോ, കട്ടുകൊണ്ട് പോയിട്ടില്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. നമ്മുടെ പീറ്റർബിൾട്ടിന് ശരിക്കും പറഞ്ഞാൽ ഇതിന് ലോക്കുണ്ട്, പക്ഷെ ലോക്ക് ഇല്ലാത്ത സാധനങ്ങളും ഉണ്ട്. വൈദവേ എക്സ്ട്രീം വിൻ്റർ ആയതുകൊണ്ടാണ് ഇത്രയും ഡേർട്ടി ആയിട്ടിരിക്കുന്നത്. റോട്ടിലെ മഞ്ഞും ചെളി ഉപ്പും എല്ലാം കൂടെ അടിച്ചിട്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ട്രക്ക് ഒരു വാഷിന് കയറ്റാൻ സമയമായി. ഒരു കിഡിലൻ റാം പോകുന്നുണ്ട് കേട്ടോ, റാം 2500. അടിപൊളി. വയോമിങ്ങിലും നെബ്രാസ്കയിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടംപോലെ കിഡിലും പിക്കപ്സ് കാണാൻ പറ്റും. കാരണം ഇവർ ഈ കാർഷിക പരിപാടികളാണല്ലോ ഇവിടെ ചുറ്റുംപുറമൊക്കെ. നമുക്ക് IIT വെസ്റ്റ്. ഇപ്പോൾ ഫാമിലെ ആവശ്യത്തിനൊക്കെ ഏറ്റവും കൂടുതൽ പിക്കപ്പുകളാണ് ഇവർക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പം പവർ കൂടിയ ഹെവി ഡ്യൂട്ടി വണ്ടികളെല്ലാം കുതിരകളെയും പശുക്കളെയും എല്ലാം ട്രെയിലറൊക്കെ ആയിട്ട് വലിച്ചുകൊണ്ട് പോകാനും മറ്റേ ഫാം എക്വിപ്മെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൂവ് ചെയ്യാനും എല്ലാം. ഈ വഴികളെല്ലാം കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരാഴ്ച ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നതിൻ്റെ ഓർമ്മകളാണ് മനസ്സ് നിറയെ. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവർക്ക് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ ആ വ്ളോഗ് നമ്പർ ഇടാവേ, അത് നിങ്ങൾ കാണണം. കാരണം അന്നത്തെ ആ ബ്രേക്ക് ഡൗണിൻ്റെ ഇടയിലാണ് നമ്മൾ ആ പഞ്ചാബി പിള്ളേരുടെ കൂടെ കയറിപ്പോയതും അവന്മാർ പഞ്ചാബിലെ റാപ്പേഴ്സ് ആണെന്ന് തിരിച്ചറിഞ്ഞതുമല്ല. അപ്പം അന്ന് നമ്മൾ അവരുടെ യൂട്യൂബ് ലിങ്ക് ചെക്കൗട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അന്ന് അവരുടെ യൂട്യൂബിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ട് അവരുടെ പാട്ടൊക്കെ കേട്ട ഒത്തിരി പേര് നമ്മുടെ ഹൈവേ ലോക്സിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്ത് നമ്മളെ ഭയങ്കര പ്രൗഡാക്കുകയും അവർക്കാണെങ്കിലും തോന്നി നമ്മളതാണ്ട് വലിയ സെലിബ്രിറ്റീസ് പോലെയായി നമ്മുടെ ചാനലിൽ അവരെ ഫീച്ചർ ചെയ്തപ്പോഴത്തേക്ക് ഇത്രയും റെസ്പോൺസ് വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അവർ നേരിട്ട് കാണുമ്പോൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറ്റുവാണെങ്കിൽ ആ വീഡിയോസ് നിങ്ങൾ കാണാത്തവരൊന്ന് പോയി തിരിച്ച് കാണണേ. ഞാനതിൻ്റെ ലിങ്ക് താഴെ ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ഇതാണ് വ്ളോഗ് നമ്പർ. ഇതിപ്പോൾ നമ്മൾ വയോമിങ്ങിലെ ഗ്രീൻ റിവർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയേ. നല്ല കിഡിലൻ ജോഗ്രഫി ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഓഫ് റോഡ് വണ്ടികളൊക്കെ ഹയർ ചെയ്യാൻ കിട്ടുമേ. ATVയും അല്ലാതെ ഓഫ് റോഡ് പോകുന്ന മറ്റ് പല വണ്ടികളും. അപ്പം അതെല്ലാം വെച്ചത് നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ മൗണ്ടൻ നിരകളുണ്ടല്ലോ, അതിൻ്റെ പല റൂട്ടുകളിലേക്ക് നമുക്ക് ഓഫ് റോഡ് വണ്ടി ഓടിച്ച് എൻജോയ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതുകൂടാതെ നമുക്കിവിടെ ഗ്രീൻ റിവറിൽ തന്നെ ഒരു അടിപൊളി ലൗസ് ഉണ്ട്. നമുക്ക് ആ ലൗസിൽ നിർത്തി ഒരു കാപ്പിയും കൂടെ എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇത് കണ്ടോ, കിഡിലൻ ജോഗ്രഫി കേട്ടോ. ഈ റൈറ്റ് സൈഡിലുള്ള ആ ഒരു മലയുടെയൊക്കെ പാറ്റേൺ ഒക്കെ കണ്ടോ, ഭയങ്കര രസമല്ലേ. Turn right on Wyoming 374. Said I made up